നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ നിലം പരിശാക്കി ബി.ജെ.പി. ഭരണം പിടിക്കുമോ എന്നതാണ് നിലവിലെ രാഷ്ട്രീയ വർത്തമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് ബി.ജെ.പി. 12 ലോക്സഭാ സീറ്റുകൾ പിടിച്ച സാഹചര്യത്തിൽ ഇക്കുറി ബംഗാളിൽ ഭരണം പിടിക്കാനുള്ള സാധ്യത തീരെ എഴുതി തള്ളാനാവില്ല. ഉറപ്പായും കേവല ഭൂരിപക്ഷത്തോടെ ബംഗാളിൽ ഭരണം പിടിക്കുമെന്നാണ് അമിത്ഷാ തുടരെ ആവർത്തിക്കുന്നത്. തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണ തൃണമൂൽ ബി.ജെ.പി. തമ്മിൽ അരങ്ങേറുന്നത്. ബംഗാളിൽ ഒന്നാം ഘട്ട പോളിംഗ് 23-ന് പൂർത്തിയായി. അടുത്ത ഘട്ട പോളിംഗ് 29-ന് നടക്കാനിരിക്കെ ബംഗാൾ വിധിയെഴുത്ത് ഏറെ നിർണായകമായിരിക്കും. 4ാം ഭരണ തുടർച്ചയ്ക്കായി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബംഗാൾ ഭരണം പിടിച്ചെടുക്കാൻ ബി.ജെ.പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. വീടുകളിൽ റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിച്ച് ജനക്ഷേമം നടപ്പാക്കിയ മമത സമാനമായ രീതിയിൽ വീടുകളിൽ ചികിത്സാ സംവിധാനം എത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ആവലാതികൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മമതയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഭരണം കിട്ടിയാൽ ബംഗാളിൽ പുതിയ 7 ജില്ലകൾ കൂടി രൂപീകരിക്കും. ക്ഷേമ പെൻഷനുകളിൽ വർധന, എല്ലാവർക്കും വീട് തുടങ്ങിയവയും ഉറപ്പു നൽകുന്നു. വോട്ടർ പട്ടികയിൽ വലിയ വെട്ടിക്കുറവ് വരുത്തിയത് മമതയ്ക്ക് നഷ്ടമുണ്ടാക്കുമെന്നും കരുതുന്നവർ ഏറെയാണ്. 7.66 കോടി വോട്ടർമാരുണ്ടായിരുന്ന ബംഗാളിൽ നിലവിൽ വോട്ടർ പട്ടികയിലുള്ളത് 7.04 കോടി മാത്രമായി. 8% ഈ കുറവ് തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം തകർക്കാൻ ഇടയാക്കുമോ എന്നതാണ് ചോദ്യം. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണവീഴ്ചകളോ അഴിമതിയോ തൊഴിലില്ലായ്മയോ പ്രചാരണ വിഷയമാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ, സൗജന്യ റേഷൻ, സൗജന്യ യാത്ര, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങി തൃണമൂൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ എല്ലാ സമുദായങ്ങളുടെയും വിഭാഗക്കാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ സജ്ജമാണ്. അതേസമയം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും അവർ അനധികൃത പൗരത്വം നേടുന്നതുമായ കാര്യങ്ങളിൽ ജാതീയത ഉയർത്തി ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ ശ്രമം. 2016 മുതൽ പ്രതിപക്ഷത്തുള്ള ബി.ജെ.പിക്ക് ബംഗാളിൽ 50% കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ പോലും സ്വാധീനമുണ്ടാക്കാനോ സീറ്റുകൾ നേടാനോ സാധിച്ചിട്ടില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളാണ്. സംസ്ഥാനത്ത് 294 അസംബ്ലി മണ്ഡലങ്ങളിൽ 80 സീറ്റുകളിൽ മുസ്ലിം വോട്ടർമാർ നിർണായക ശക്തിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തൃണമൂൽ സാമുദായിക മാനദണ്ഡം കൃത്യമായി പാലിച്ചാണ് 291 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാളിൽ അടിത്തറയിളകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുമുന്നണിയും കാര്യമായ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തുന്നില്ല. മുർഷിദാബാദ്, മാൾഡ പ്രദേശങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനോടും ഇടതു പാർട്ടികളോടും ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടർമാരിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. പരമാവധി ബംഗാളിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ്. 3 പതിറ്റാണ്ടിലേറെ തുടർഭരണം നടത്തിയ CPM ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധ്യതയും സാഹചര്യവുമില്ല. കൊൽക്കത്ത നഗരത്തോട് ചേർന്ന് ഭവാനിപുരിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്നത്. മമതയെ നേരിടുന്നതാകട്ടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. 2021 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് 40% വോട്ടുകളും ബി.ജെ.പിക്ക് 38% വോട്ടുകളുമാണ് ബംഗാളിൽ നേടാനായത്. ദീദിയുടെ കാൽക്കീഴിലെ മണ്ണിളകുമോ എന്നറിയാൻ ബി.ജെ.പി. ഭവാനിപുരിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ പോരിനിറക്കിയിരിക്കുന്നു. മുമ്പ് തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ വലങ്കൈയായിരുന്നു സുവേന്ദുവിനെ ബി.ജെ.പി. 2020 അവരുടെ പാളയത്തിൽ എത്തിച്ചതാണ്. മമതയെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് സുവേന്ദുവിന്റെയും തുടക്കം. കോൺഗ്രസ് ടിക്കറ്റിൽ MLA ആയ സുവേന്ദു നന്ദിഗ്രാം പോരാട്ടത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. പിന്നീട് മമതയ്ക്കൊപ്പം നന്ദിഗ്രാമിൽ നിന്ന് MLAയും മന്ത്രിയുമായി. കോൺഗ്രസ് നേതാവായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ മുമ്പ് വിജയിച്ചിട്ടുള്ള ഭവാനിപൂർ നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. 2021 സുവേന്ദുവിനെതിരെ ഈസ്റ്റ് മിഡ്നാപൂരിലെ നന്ദിഗ്രാമിൽ മത്സരിച്ച് 8000 വോട്ടുകൾക്ക് മമത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ തൂത്തുവാരി ഭരണം പിടിച്ചെങ്കിലും നേതാവ് തോറ്റു. 2021 ഭവാനിപൂരിൽ 28,719 വോട്ടുകൾക്ക് വിജയിച്ച തൃണമൂലിലെ ശോഭന്ത് ദേബ് ചതോപാധ്യയെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനം തുടർന്നത്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ ഭവാനിപൂരിൽ മമത വിജയിച്ചത് 58,835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 2011-16 തിരഞ്ഞെടുപ്പുകളിലും ദീദിയുടെ വിജയം ഇവിടെ നിന്നായിരുന്നു.